സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ എപ്പിസോഡ് നമ്പർ 17. വളരെ കൃത്യമായിട്ടാണ് ഞാൻ ഈ തവണ എപ്പിസോഡ് നമ്പർ പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോ നമുക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എപ്പിസോഡ് 15 എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് 15 അല്ലായിരുന്നു, 16 ഞാൻ അങ്ങനെ ഓർത്ത് വെച്ചിന് കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എന്തോ ഒരു ഇതിൽ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് വളരെ സത്യമാണ്. എപ്പിസോഡ് 17. ആൻഡ് ബൈ ദ വേ, കഴിഞ്ഞ വീഡിയോന്റെ കോമന്റ് സെക്ഷനിൽ കുറെ ആളുകൾ കോമന്റ് എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുറെ കോഡ്സ് ഞാൻ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല നമുക്ക് അത് വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഹാബിൽ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ ഇതിന്റെ റീൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ താഴെയും ഇപ്പൊ ആരൊക്കെ വന്നിട്ട് കോമന്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. കാരണം ഒരുപാട് പേര് കാണുന്ന പ്ലാറ്റ്ഫോംസ് ആണ് യൂട്യൂബ്, ഇൻസ്റ്റ ഒക്കെ പറയുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ റൈറ്റിംഗ്സ് 4 പേര് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോമന്റ് സെക്ഷനിൽ എഴുതുക. നിങ്ങളുടെ പേരോട് കൂടെ എഴുതുക. നിങ്ങളുടെ പേരും ലൈക്ക് നിങ്ങൾക്കൊരു പെൻ നെയിം നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെൻ നെയിം അടക്കം നിങ്ങൾ കൊടുത്തിട്ട് നല്ല നല്ല കോഡ്സും റൈറ്റിംഗ്സ് ഒക്കെ എഴുതുക. ഈ ഒരു സ്കില്ല് മാക്സിമം ഡെവലപ്പ് ചെയ്ത് വരിക. നമ്മൾ എഴുതുന്ന ആ ഒരു ലൈൻ അത് ചിലപ്പോൾ ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവന്നാലോ, വലിയൊരു കാര്യമല്ലേ. സോ എഴുതാൻ കഴിവുള്ളവരൊക്കെ എഴുതുക. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അത് വെച്ചിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഇൻഷാല്ലാ ചെയ്യും. സോ എന്തായാലും അത് ചെയ്യട്ടോ. അപ്പോൾ എപ്പിസോഡ് 17 ഇന്നത്തെ കോഡ്സ് റൈറ്റിംഗ്സിലെ ഫസ്റ്റ് വീഡിയോ ആരുതാണെന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം. ഷോർട്സ് ബൈ ജിയോ എന്ന് പറയുന്ന ഒരു പേജും ജ്യോതിസ് എന്ന് പറയുന്ന ഒരു പേജും കൊളാബ് ചെയ്തിട്ടതാണ്. സൈലൻസ് ഈസ് നോട്ട് ഓൾവേസ് ഈഗോ, സംടൈംസ് ഇറ്റ് ഹൈഡ് ലോട്ട്സ് ഓഫ് പെയിൻ. ഫസ്റ്റ് വീഡിയോ തന്നെ ഭയങ്കര ടച്ചിങ് ആയി പോയല്ലോ. നിശബ്ദത എപ്പോഴും ഈഗോ അല്ല, ചില സമയത്ത് അതൊരുപാട് വേദനകൾ മറയ്ക്കുന്നതാണ്. വലിയൊരു ഫാക്റ്റാണത്. കാരണം ലൈക്ക് കുറെ ആളുകൾ വയലൻ്റായി നടന്ന പല ആളുകളും പെട്ടെന്ന് സൈലൻ്റ് ആകുന്നത് അത് അവരുടെ ഈഗോ കൊണ്ടൊന്നല്ല, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് പല ആളുകളുമായിട്ട് ഡിസ്കണക്ട് ആകുന്നതൊന്നുമല്ല. അവരുള്ളിൽ ചിലപ്പോൾ ഒരുപാട് പുറം ലോകം അറിയാതെ, അവർ അത്രയും ക്ലോസ് ആയി നിൽക്കുന്ന ആരും അറിയാതെ അവരുള്ളിൽ ചിലപ്പോൾ അത്രയും വേദന കൊണ്ട് നടക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഇന്ന് അത്രയും എക്സ്ട്രോവേർട്ടായി നടന്ന പല ആളുകളും പെട്ടെന്നൊരു ദിവസം ഇൻട്രോവേർട്സ് ആയി മാറുന്നത്. ആക്ച്വലി ഇതിനെ വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രോവേർട്ടായി നടന്ന പല ആളുകളും ഇൻട്രോവേർട്ട് ആകുന്നതിന് പുറകിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. നമ്മൾ പലതും പറഞ്ഞ് ജഡ്ജ് ചെയ്യും, പക്ഷെ നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം അവരുടെ മാത്രം ലൈഫിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സൈലന്റ് ആയി പോകുന്ന ആളുകളെ നോക്കിയിട്ട് അയാളെ ഈഗോ കൊണ്ടാണെന്നൊന്നും ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പാടില്ല. മേ ബി നമുക്ക് ആർക്കും അറിയാത്തൊരു സ്റ്റോറി അയാളുടെ ലൈഫിൽ ഇപ്പം ഉണ്ടാകാം, അല്ലെങ്കിൽ അയാളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം മാറിപ്പോയത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ, അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുടെ നിശബ്ദത എന്തിനാണ് എന്ന് തിരിച്ചറിയാനെങ്കിലും നമ്മളൊക്കെ വല്ലപ്പോഴും ഒന്ന് ശ്രമിക്കണം. കാരണം ഒരു ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ ചിലപ്പം ഒന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ ഒന്ന് റിലീഫ് കൊടുക്കാനോ. പക്ഷെ എല്ലാവരും അല്ല, ബട്ട് സ്റ്റിൽ ചില ആളുകൾക്കെങ്കിലും മനസ്സിലിങ്ങനെ വരും, ആരെങ്കിലും ഒന്ന് സപ്പോർട്ടിനായിട്ട് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് ദീപ്സ് എന്നാണ് തോന്നുന്നുണ്ട് പേര്. ലൈക്ക് എനിക്ക് ഇങ്ങനത്തെ പേരുകൾ ഡീകോഡ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാ. കാരണം ഇവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ലല്ലോ. ഇതിലിപ്പോൾ ഡി ത്രീപ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ദീപക് തന്നെ ആവും. അത് വെച്ചിട്ടാണ് ദീപ്സ് എന്ന് പറയുന്ന ഒരു പേജും, രണ്ട് പേജും സെയിം നെയിം ആണല്ലോ. ഷ്രെഡ്സ് എന്ന് പറയുന്ന ഒരു പേജും ഉണ്ട്. ഡീപ്സ് ഷ്രെഡ്സ് എന്ന് പറഞ്ഞ 2 പേജ് കൊളാബ് ചെയ്തിട്ടാ. Stupid me, I cried for someone who never valued my tears. നമ്മളെ വാല്യൂ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞ ആ ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ ലൈഫിൽ പിന്നീട് ആലോചിക്കുന്ന സമയത്ത് നമ്മളോട് തന്നെ ചോദിക്കും, മണ്ടനായിരുന്നോ ഞാനൊക്കെ? അങ്ങനെ ചോദിക്കുന്ന ഒരു പോയിന്റ് കുറേ ആളുകൾ ഫേസ് ചെയ്യും. നമ്മളെ വാല്യൂ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒഴുക്കിയ കണ്ണീരിന് ചിലപ്പോൾ ഒരു കയ്യും കണക്കും ഉണ്ടാവില്ല. ശരിയല്ലേ? നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത്, പ്രയോറിറ്റി കൊടുത്ത്, നമ്മൾ എത്രയും വാല്യൂ ചെയ്ത് കെയർ ചെയ്ത് കൊണ്ട് നടന്ന പല ആളുകളും ചിലപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മൾ ഒഴിവാക്കി പോയിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അവർക്ക് വേണ്ടി നമ്മൾ അത്രയും കരഞ്ഞിട്ടുണ്ടാവും. ഈ ലോകം, പുറം ലോകം അറിയാതെ നമ്മൾ കരഞ്ഞ കുറേ ദിവസങ്ങളുണ്ടാവും. നമ്മുടെ റൂമിൽ പല രാത്രികളും ഒറ്റയ്ക്കിരുന്ന്
അങ്ങനെ കരഞ്ഞ് കുറേ ആളുകൾ ഉണ്ടാവും. ശരിയല്ലേ? സ്റ്റുപ്പിഡ് മീ, ഐ ക്രൈഡ് ഫോർ സം വൺ ഹു നെവർ വാല്യൂഡ് മൈ ടീയേഴ്സ്. എന്താ പറയല്ലേ. അടുത്തത് പാവം ജിന്ന് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ഒറ്റക്കുള്ള ജീവിതം മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരിൽ നിന്ന് അത്രത്തോളം വേദനിച്ചതുകൊണ്ടാവാം. പാവം ജിന്ന് പറഞ്ഞ കാര്യം വലിയൊരു ഫാക്റ്റാണ്. ലൈക്ക് എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകൾ പോലും ഉണ്ട്. ലൈക്ക് ഞാൻ ആരാ എന്താണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അവരൊക്കെ ഒരു പക്ക ഒരു ഒറ്റക്ക് മതി എന്നുള്ളൊരു കാര്യം എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരത്രയും അറ്റാച്ച്ഡ് ആയ ആളുകൾ അവർക്ക് കൊടുത്ത ചില പെയിൻഫുൾ മൊമെന്റ്സ് കൊണ്ടാണ്. ലൈക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കോട്ടാട്ടത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കുറേ ആളുകളെ. ഞാൻ അവരായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അപ്പം ലൈക്ക് ഇവരെല്ലാവരും കോമൺ ആയി പറഞ്ഞൊരു കാര്യം തന്നെയാണത്. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ആയതാണെന്ന് പറയാം, എന്നെ ഇങ്ങനെ ആക്കിയതാണെന്ന്. അപ്പം അതിനുള്ള റീസൺ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവരത്രയും സ്നേഹിച്ച, ഒന്ന് ആലോചിച്ച് നോക്കടാ, നമ്മളത്രയും സ്നേഹിച്ച അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രയോറിറ്റി ആയിട്ട് കൊണ്ട് നടന്ന ആളുകൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വേദന നമുക്ക് തന്നു പോകുമ്പോൾ നമ്മുടെ ലൈഫേ ചിലപ്പോൾ സ്വിച്ച് ചെയ്തു പോകും. ലൈക്ക് ഒന്നിൽ നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറിപ്പോകുന്ന കുറേ ആളുകളുടെ ലൈഫുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഞാൻ ഇവരോടൊക്കെ പറയും, എടാ പിടിച്ചു നിൽക്കണം, അത് സെറ്റാവും, കഴിയും. ലൈക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവരെങ്ങനെ ഇതാക്കി കൊണ്ടുവരും. പക്ഷെ ഇവരെ ഭാഗത്തുനിന്ന് ലൈക്ക് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു പോയിന്റിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവരാലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അത്രയും കൊണ്ട് നടന്ന ആളുകളിൽ നിന്ന് കിട്ടിയ ചില വേദനകളാണ് അവരെ ഈ മാറ്റത്തിന് കാരണം. ഒന്ന് ഈ ഈ ഒരു ലൈൻസ് കണ്ടില്ലേ, ഒറ്റയ്ക്കുള്ള ജീവിതം മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരില്ലെന്ന് അത്രത്തോളം വേദനിച്ചുകൊണ്ടാവാം. അത്രയും വേദനിച്ച ആളുകൾ, ആ ആളുകളുടെയൊക്കെ സ്റ്റേജ് നമുക്കുണ്ടല്ലോ, ഒരിക്കൽ നമ്മൾ എത്ര ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ചില ആളുകൾക്ക് മാത്രമേ അതൊക്കെ ഏൽക്കുള്ളൂ. മറ്റു ചില ആളുകൾ ആരാണോ ഓരെ വേദനിപ്പിച്ചത് ആ ആളുകളിൽ ഇപ്പോഴും സ്റ്റക്കായി ജീവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഓരോടൊക്കെ എനിക്ക് അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ആ ഒരാളിലും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലും ഇപ്പോഴും ഇനി സ്റ്റക്കായി നിൽക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ലൈഫ് കംപ്ലീറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്, നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, മുന്നോട്ട് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. സോ എവിടെയെങ്കിലും സ്റ്റക്കാണെങ്കിൽ അത് മാക്സിമം നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്ത് സ്വയം മാറ്റിയെടുക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. സച്ച് എ ബ്യൂട്ടിഫുൾ ലൈഫ്. അതിങ്ങനെ വെറുതെ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയരുത്. അടുത്തത് ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. ആക്ച്വലി ഇതൊരു വീഡിയോ ആണല്ലോ, ഇതൊരു ഫിലിം അല്ലേ, ഹോം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ്, നമുക്ക് കണ്ടോക്കാം. ഈ ഒരു മൂവികളിൽ കുറെ ആളുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഹോം എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ലൈക്ക് നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നൊരു മൂവിയാണ്. അതിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഓർമ്മകളെ കുറിച്ച്, മെമ്മറീസിനെ കുറിച്ചാണ് പറയുന്നത്. ഓർമ്മകൾ എപ്പോഴും ചേർത്ത് വെക്കാനുള്ളതല്ലേ, അതൊന്ന് ആ ഒരു ഫസ്റ്റ് ലൈൻ തന്നെ കണ്ടില്ലേ, ലൈക്ക് എന്താ അവന് പറയാ, ഓർമ്മകൾ എപ്പോഴും കൂടെ ചേർത്ത് വെക്കാനുള്ളതല്ല, അതൊരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തുന്നതാവണ്ടെന്ന്. ലൈക്ക് നമ്മളെ ഓർമ്മകളിലുള്ള സന്തോഷമായാലും വേദന ആയാലും നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുക. അത് കാരണം ലൈക്ക് അതെടുത്ത് പറഞ്ഞ് വേറൊരാളെ കുറ്റപ്പെടുത്താനോ, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളിൽ ജീവിക്കുന്ന പല ആളുകളും ഉണ്ടാവും. ആ ഒരു ഓർമ്മകളിൽ വേദന തന്ന ആളുകളും ഉണ്ടാവും, സന്തോഷം തന്ന ആളുകളും ഉണ്ടാവും. പക്ഷെ വേദന തന്ന ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് പിന്നീട് ഒരിക്കലും ജീവിക്കരുത്. ലൈക്ക് ഈ ഒരു മൂവിക്ക് തന്നെ ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കാരണം ഫാമിലിൻ്റെ ഇമ്പോർട്ടൻസ്, ഇപ്പം അതുപോലെ തന്നെ പാരൻസും ചിൽഡ്രൻസും തമ്മിലുള്ളൊരു ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഇപ്പം ജനറേഷൻ മാറുന്ന സമയത്ത്
ലൈക്ക് നമ്മളെ തോട്ടിൽ വരുന്ന കുറേ മാറ്റങ്ങൾ, ഇപ്പം നമ്മുടെ പാരൻസിൻ്റെ ജനറേഷനും നമ്മുടെ ജനറേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അതിൽ കുറേ തോട്ടിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവും, ചിന്താഗതികളിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം ഇതൊക്കെ ലൈക്ക് എന്താ പറയുക, നമ്മളെ കൺമുന്നിലേക്ക് കൊണ്ടെത്തുന്ന ഒരു മൂവി കൂടാണ് ഈ ഹോം എന്ന് പറയുന്നത്. അപ്പം അതിലെ സച്ച് എ ബ്യൂട്ടിഫുൾ പാർട്ട്. അടുത്തത് അർപ്പിത് രാജ് .03 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്, ഒരു വീഡിയോ ആണ്. പോയിന്റ് ഓഫ് വ്യൂ, it's 3 AM and you realize if you don't make it this year your whole life is cooked. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വരട്ടെ, ഒരു 20 മുതൽ അല്ലെങ്കിൽ ഒരു 22 വയസ്സ് മുതൽ ഒരു അതിൻ്റെ മുകളിലോട്ട് ഒരു 22 മുതൽ 23, 24, 25 ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകളിൽ ഒരു 80-85% ആളുകൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റിംഗ് ആണത്. അതായത് രാത്രി വരെ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആവും, ഒരു 9 മണി 10 മണി വരെ ചിലപ്പോൾ നമുക്ക് യാതൊരു കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആവും. അതുപോലെ തന്നെ രാവിലെ ലൈക്ക് മറ്റുള്ളവരുടെ മുന്നിൽ, ഇപ്പോൾ ഫാമിലിൻ്റെ മുന്നിലായിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ മുന്നിലായിക്കോട്ടെ, കൊളീഗ്സിൻ്റെ മുന്നിലായിക്കോട്ടെ, നമുക്കൊരു കുഴപ്പമുണ്ടല്ലോ, വി ആർ കംപ്ലീറ്റ്ലി ഓക്കെ. പക്ഷേ ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, ഈ ഒരു 10 മണിക്ക് ശേഷം നമ്മൾ ഒറ്റക്ക് ലൈക്ക് നമ്മുടെ റൂമിലിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നൊരു ഒരു ഏരിയ ഉണ്ട്. ലൈക്ക് കടല് പോലെ നമ്മളിങ്ങനെ ആലോചിക്കും. ലൈക്ക് ഈ ഒരു സമയം അപ്രോക്സിമേറ്റ് ആയിട്ട് കൊടുത്തതാണ് ഒരു 3 AM. പക്ഷെ അത് കറക്റ്റാണ്. ഏകദേശം ഒരു 1 മണി മുതൽ ഒരു 3 മണി വരെയൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടുന്ന ഒരു കാര്യമുണ്ട്. എങ്ങോട്ടാണ് നമ്മൾ ഈ പോണത്, ഈ ലൈഫ് നമ്മൾ എന്താ ചെയ്യുന്നത്, രക്ഷപ്പെടുമോ? അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. നമ്മളൊക്കെ ഉള്ളിൽ വരുന്ന മെയിൻ ചോദ്യം അതാണ്. ഈ ഒരു കൊല്ലെങ്കിലും ഈ ഒരു വർഷമെങ്കിലും കഴിച്ചിലാവോ? ലൈക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരു ജീവിതം കൊണ്ട് നടക്കാനും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനും അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു ഇരുത്തുണ്ട്, ആഗ്രഹിച്ച കാര്യമൊക്കെ നടക്കുമോ, ഇനിയെങ്കിലും ഈ ഒരു കഷ്ടപ്പാടൊക്കെ മാറി വിചാരിച്ചൊരു ജീവിതം കിട്ടുമെന്നുള്ള തോന്നുന്ന ഒരു പോയിന്റാണ് ഈ ഒരു 1 മണി 2 മണി 3 മണി സമയമൊക്കെ പുലർച്ചെ. ആ ഒരു സമയത്താണ് നമ്മളെ മനസ്സിന്ന് പറയുക, ഈ വർഷമെങ്കിലും കഴിച്ചിലാവണം, രക്ഷപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ കഴിഞ്ഞടാ. ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഏജിൽ വരുന്ന ആളുകളാണ്. കാരണം ഒരു 21, 22 വരെ ഇപ്പം ലൈക്ക് കുറെ ആളുകൾ കോളേജ് ക്യാമ്പസ് ലൈഫ് അതൊക്കെ ആവും. അത് കഴിഞ്ഞ് നമ്മൾ ജോലിയിലൊക്കെ കയറി, സത്യം പറഞ്ഞാൽ ഇത് കൂടുതൽ കണക്റ്റ് ആവാർക്ക് ഒരു 24, 25 ആ ഒരു ഏജിലൊക്കെ എത്തുമ്പോൾ. കാരണം നമ്മൾ ഒരു ജോബിനൊക്കെ കയറി അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു 2-3 വർഷത്തിന് ശേഷമാണ് നമ്മൾ വിചാരിച്ചൊരു പോയിന്റിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു സമയമാണ് ഈ രാത്രി, ഈ 1 മണി 2 മണി 3 മണി. ആ സമയത്ത് വരുന്ന കുറച്ച് ചിന്തകളുണ്ട്, ഒരറ്റം ഇല്ലാതെ കിടന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന. എന്താ പറയലേ, എല്ലാവരും രക്ഷപ്പെടട്ടെ. അടുത്തത് ദക്ഷിത് ദേവ് 1992 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. ആക്ച്വലി ഇതൊരു ഫോട്ടോ ആണ്, ഒരു ബുക്കിലെ ഒരു പേജ്. എവിടെ നിന്നൊക്കെയോ വന്നു ചേർന്ന ചില മനുഷ്യർ നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായി മാറുന്നതിന്റെ പേരാണത്രേ സൗഹൃദം. എന്താലേ, ഞാൻ പറയട്ടെ, ലൈഫിൽ അങ്ങനെ കിട്ടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും നമ്മളെ ഫ്രണ്ട്സ് അല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. കുറെ ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ആരെ കണ്ടാലും, ഇപ്പൊ കൂടെ പഠിച്ച ആളുകളെ കണ്ടാലും കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടാലും ഇവർ പറയും ഫ്രണ്ട്സ് ആണെന്ന്. ഫ്രണ്ട് എന്ന വേർഡിനൊരു മീനിങ് ഉണ്ടോ, അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. ഒരാളെ നമ്മൾ ഫ്രണ്ട് എന്ന് വിളിക്കുമ്പോൾ അയാളുമായിട്ട് നമുക്കൊരു കണക്ഷൻ വേണം, ഒരു ഇമോഷണൽ കണക്ഷൻ വേണം. അല്ലാതെ നമ്മൾ കൂടെ പഠിച്ച എല്ലാവരും ഫ്രണ്ട്സ് അല്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും നമ്മളെ ഫ്രണ്ട്സ് അല്ല. കൂടെ ജോലി ചെയ്യുന്നവർ കൊളീഗ്സ് ആണ്, കൂടെ പഠിക്കുന്നവർ ക്ലാസ്മേറ്റ്സ് ആണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുകളുണ്ട്. ഫ്രണ്ട് എന്ന് നമ്മൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അയാൾക്ക് നമ്മൾ സ്പേസ് കൊടുക്കണം, ഒരു സ്പെഷ്യൽ പ്ലേസ് കൊടുക്കണം, അതിൽ നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യണം. ലൈക്ക് ചില ആളുകളുണ്ടോ ലൈഫിൽ ഇങ്ങനെ കയറി വരും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ ലൈഫിലേക്ക് വന്ന് നമ്മളായിട്ട്
കണക്റ്റായ കുറച്ച് ആളുകളുണ്ട്. ആ ആളുകളെ നമ്മൾ വിളിക്കും ഫ്രണ്ട്, ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന്. ലൈക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ വന്ന ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, സീരിയസ്ലി. ലൈക്ക് ഞാൻ പൊതുവേ പറയുന്നില്ല, ഞാൻ അങ്ങനെ എല്ലാവരും എൻ്റെ ഫ്രണ്ട് ആണെന്നൊന്നും പറയില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും, എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്ന് ഞാൻ പറയാം, എൻ്റെ കൊളീഗ് ആണെന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ഞാൻ ഫ്രണ്ട് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഫ്രണ്ട് ആണെന്ന് ഒരാളോട് പറയുന്ന കുറച്ച് ആളുകൾ എൻ്റെ ലൈഫിലുണ്ട്. അങ്ങനത്തെ ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല? നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കി. ശരിക്കും നമ്മളെ കൂടെയുള്ള എല്ലാവരും നമ്മൾ ഫ്രണ്ട്സ് ആണോ? അല്ല. ഫ്രണ്ട് ആവണമെങ്കിൽ അതിനൊരു അതിനൊരു കാര്യമുണ്ട്. ആ ഫ്രണ്ട് എന്ന വേർഡിനൊരു മീനിങ് ഉണ്ടടാ. അടുത്തത്, ജിന്നിന്റെ റൂഹ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, എന്തു തന്നെ വന്നാലും കൂടെ ആരും കാണില്ല എന്നറിഞ്ഞു ജീവിക്കണം, എന്നാൽ കൂടെ ഉള്ളവർ ഒറ്റക്കാക്കിയാലും വിഷമിക്കേണ്ടി വരില്ല. വല്ലാത്തൊരു ലൈൻസ് ആണ് കേട്ടോ, ശരിക്കും കേട്ടോക്കി. എന്തു തന്നെ വന്നാലും കൂടെ ആരും കാണില്ല എന്നറിഞ്ഞു ജീവിക്കണം, എന്നാൽ കൂടെ ഉള്ളവർ ഒറ്റക്കാക്കിയാലും വിഷമിക്കേണ്ടി വരില്ല. ആ ലൈൻസിന് ഭയങ്കര മീനിങ് ഉണ്ട്. അതായത് വളരെ ഫ്രീ ആയിട്ട്, റിലാക്സ് ആയിട്ട് ആ ഒരു ലൈൻസിന്റെ മീനിങ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കറക്റ്റ് സ്ലോയിൽ അത് വായിച്ചുതരാം. എന്തു തന്നെ വന്നാലും കൂടെ ആരും കാണില്ല എന്നറിഞ്ഞു ജീവിക്കണം, എന്നാൽ കൂടെയുള്ളവർ ഒറ്റക്കാക്കിയാലും വിഷമിക്കേണ്ടി വരില്ല. ലൈക്ക് നമ്മളെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും, അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നമ്മളെ ചുറ്റും ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു കാര്യം ഓർമ്മയിലെങ്കിലും വെക്കണം, എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാളും എല്ലാ കാലത്തും ഉണ്ടാവില്ല. അതൊരു ഫാക്റ്റാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ഡെത്താണ്, മരണമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം. അതുപോലെ തന്നെ ഉള്ളൊരു സത്യമാണ്, എല്ലാവരും എല്ലാ കാലത്തും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരാളും എല്ലാ കാലത്തും ഉണ്ടാവില്ല. തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് അതിൻ്റെ മീനിങ് പറയാൻ തുടങ്ങിയാൽ ഇപ്പം തീരൂല. എല്ലാവരും എല്ലാ കാലത്തും കൂടെ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരാളും എല്ലാ കാലത്തും കൂടെ ഉണ്ടാവില്ല. ഇത് കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഇത് രണ്ടും രണ്ടാണ്. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞതെന്ന്. അപ്പൊ ഇതിൽ പറഞ്ഞ മീനിങ്, അല്ലെങ്കിൽ ആ ഒരു ലൈൻസിന്റെ ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ കൂടെ ആരുമില്ല എന്നൊരു തോട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷൻ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ എപ്പോഴും നമുക്ക് വേണം. കാരണം ഏത് നിമിഷവും നമ്മളൊക്കെ ഒറ്റക്കാവൂടാ. കാരണം ഇപ്പം നമ്മളെ കൂടെ കുറേ ആളുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്താ പറയുക, കസിൻസ് ആയിക്കോട്ടെ, ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, ക്ലോസ് ഫ്രണ്ട് ആയിക്കോട്ടെ, അങ്ങനെ ആരൊക്കെ ഇപ്പം നമ്മളെ കൂടെ ഉണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടെന്നാവും നമ്മൾ ഒറ്റക്കായി പോവുക. ആ ഒരു സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് വേണം, അങ്ങനെ നിന്നൊരു ശീലം വേണം. ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാളുണ്ടാകുന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലൈഫിലൊരു പോയിന്റിൽ നമ്മളെ തകർക്കും. കാരണം ഇന്ന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആള് നാളെ നമ്മളെ കൂടെ ഇല്ലെങ്കിലോ? പല പോയിന്റിലും നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ വേണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ എങ്കിൽ പോലും ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണം, ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. കാരണം ഏത് നിമിഷവും നമ്മളൊക്കെ ഒറ്റക്കാകാം. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ്. നമുക്ക് ചുറ്റുള്ള ആളുകളും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒറ്റക്കാണ്. അതൊരു ഫാക്റ്റാണ്. അടുത്തത്, പ്രാന്ത് പൂക്കുന്നിടം ആൻഡ് പ്രാന്ത് പൂക്കുന്നിടം. ഒരു പേജ് തന്നെ, 2 പേജ് കൊളാബ് ചെയ്തിട്ടാണ്. താങ്ങാൻ ആരും വരില്ലെന്ന് ഉറപ്പുണ്ടാവുമ്പോൾ, അയ്യോ അത് പോയി, താങ്ങാൻ ആരും വരില്ലെന്ന് ഉറപ്പുണ്ടാവുമ്പോൾ കിട്ടുന്നൊരു ധൈര്യമുണ്ട്. ചാരാൻ സ്വന്തം തോൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിവാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്. ലൈക്ക് ഇതന്നെയാണ് ഇപ്പൊ നമ്മള് നേരത്തെ വായിച്ചതിന്റെ മീനിങ്ങും. നമ്മളെ കൂടെ ഇനി ആരുമില്ല, നമ്മൾ ഒറ്റക്കാണ് എന്നുള്ളൊരു തോട്ട് നമ്മളെ മനസ്സിൽ, ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളറിയാണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. കാരണം എന്താ പറയുക, നമ്മളെ കൂടെ വേറെ ആരുമില്ല, ജീവിക്കണമെങ്കിൽ ഒറ്റക്ക്, എന്ത് ചെയ്യണമെങ്കിലും ഒറ്റക്ക്, ഇത് ഹാൻഡിൽ ചെയ്ത് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു തോട്ട് നമ്മളെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ധൈര്യം വരും. അതങ്ങനെ വന്ന ആളുകൾക്ക് ഞാൻ ഈ ലൈൻ വായിക്കുമ്പോൾ തന്നെ അത് കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ചാരാൻ സ്വന്തം തോള് മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്. ലൈക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കൂടെ ഒരാളുണ്ടാവുന്ന സമയത്ത് ഇപ്പം നമുക്ക് എന്തൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ നമുക്ക്
സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാതായി വരുമ്പോൾ നമ്മൾ സൊല്യൂഷൻ ചോദിക്കുന്ന ആരെങ്കിലൊക്കെ നമ്മളെ ലൈഫിൽ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിലോ? അങ്ങനെ ഒരാളില്ലെങ്കിൽ എല്ലാ പ്രശ്നത്തിനും നമ്മൾ ഒറ്റയ്ക്ക് സൊല്യൂഷൻ കണ്ടെത്തും. എന്ത് സങ്കടം വന്നാലും നമ്മൾ വേറൊരു തോൾ അന്വേഷിച്ചു പോവില്ല, സ്വന്തം തോളിലേക്ക് തല ചായ്ക്കേണ്ടി വരും. ആ ഒരു ഫാക്റ്റ് മനസ്സിൽ കൊണ്ട് നടക്കുക. ആ സമയത്ത് നമുക്ക് വരുന്നൊരു ധൈര്യമുണ്ട്. ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ധൈര്യം. സത്യം എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലൈൻസാണത്. ഭ്രാന്ത് പൂക്കുന്നിടം എന്ന് പറയുന്ന ഈ ഒരു പേജ് പോസ്റ്റ് ചെയ്തത്. ഇതെനിക്ക് അത്രയും, ഞാനിപ്പോൾ വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോട്ടുകളിൽ ഒന്നാണത്. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ. ഒറ്റക്കാവുമ്പോടാ നമുക്ക് ഒറ്റക്കായി പോവും. ചില സമയത്ത് ലൈഫ് നമുക്ക് കാണിച്ചു തരും ഒറ്റക്കാണെന്ന്. കൂടെ ഉള്ളവരൊക്കെ ചതിച്ചിട്ടും പറ്റിച്ചിട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഒറ്റക്കാണെന്നൊരു ബോധം വരും. ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ധൈര്യം വരും, അതിലങ്ങോട്ട് ജീവിക്കുക നമ്മൾ മുന്നോട്ട്. അടുത്തത് ഫാക്ടറി ഓഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. ഫേക്കിംഗ് എ സ്മൈൽ ഈസ് മച്ച് ഈസിയർ ദാൻ എക്സ്പ്ലെയിനിങ് വൈ യു ആർ സാഡ്. ചില സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പല ആളുകളോടും പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ഇല്ലാത്ത പുഞ്ചിരി മുഖത്ത് വരുത്തുന്നത് തന്നെയാണ്. അതും ഒരു വലിയ സത്യം തന്നെയാണ്. എല്ലാവരോടും നമ്മൾ എല്ലാ കാര്യം ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ചെവികളോട് പോയിട്ട് നമ്മൾ ഒന്നും പറയരുത്. ആ ഒരു സ്ഥലത്ത് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പറയാനുള്ളൊരു അവകാശമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ സങ്കടമായാലും സന്തോഷമായാലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതൊന്നും നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യരുത്. ഒരാളോട് ഷെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കണം, ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് അയാളോട് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണോ, അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യം എൻ്റെ ജീവിതത്തിലുണ്ടോ. ഇങ്ങനത്തെ തോട്ട് നമ്മൾ സ്വയം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. നമ്മളൊരു കാര്യം ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എന്തിനാണത് ഷെയർ ചെയ്യുന്നത്, ആ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ആദ്യം വേണം. എന്തിനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? പിന്നെ അതുപോലെ തന്നെ നമ്മളെ സങ്കടങ്ങളും വേദനകളും എല്ലാവരോടും കൊട്ടിപ്പാടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മൾ അതിനോട് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും, ഒരു റിലീഫ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ ഭയങ്കര സങ്കടമാണെന്ന് ഒരു മനസ്സിലാക്കും, അതാണോ? ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾ വേറൊരു തരത്തിലൊന്ന് ആലോചിക്കുക. നിങ്ങളോട് ഒരാൾ വന്നൊരു സങ്കടം പറഞ്ഞു, ആ ഒരു സങ്കടം നിങ്ങൾ എത്ര നേരം ഓർത്തു നിൽക്കും? ആ ഒരു കാര്യം വെച്ച് നിങ്ങളെ ലൈഫിലെ ഹാപ്പിനെസ് കളയോ? അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിലെ പല കാര്യങ്ങളും മറ്റൊരാൾ വന്ന് അയാളുടെ സങ്കടം പറഞ്ഞതോടുകൂടി നിങ്ങളെ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുമോ? ഇല്ലല്ലോ. നമ്മളത് കേട്ട് നിൽക്കും. നമ്മൾ വേണമെങ്കിൽ അയാൾക്ക് ആ സമയത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ലൈഫായിട്ട് പോവാണ്. ഈ ഒരു സെയിം കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ കാര്യം ഒരാളോട് പറയുമ്പോഴും സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഈ സങ്കടമായാലും സന്തോഷമായാലും ഒന്നും എല്ലാവരോടും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇല്ലാത്തൊരു പുഞ്ചിരി മുഖത്ത് വരുത്തുന്നത് തന്നെയാണ് പല സമയത്തും ഏറ്റവും നല്ലത്. കാരണം എല്ലാ ചെവികളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സങ്കടങ്ങളും കേൾക്കേണ്ട ആളുകളല്ല. ആദ്യം മനസ്സിലാക്കുക. അടുത്തത് റഹന റംഷാദ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. പടച്ചോൻ നമ്മളെ തളർത്തും, നമ്മളെ പരീക്ഷിക്കും, പക്ഷെ നമ്മളെ കൈവിടില്ല. ലൈക്ക് പല സ്റ്റേജിലും നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മൾ ചെയ്ത് തളരാന്ന് പറയല്ലോ. എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കണേ ഇല്ല, പക്ഷെ നമ്മൾ അതിനു വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ നിൽക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് തളർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സമയത്തും നമ്മൾ ഉള്ളിൽ പറയണം, എന്ത്, പടച്ചോണ്ടടാ, കൈ വിടൂല. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ടഫ് സിറ്റുവേഷനും ഹാർഡ് സിറ്റുവേഷനൊക്കെ നമ്മളെ ലൈഫിൽ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ചോദിക്കും, എന്താണ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ തരുന്നതെന്ന്. ജീവിതത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ. അതാണ് പറഞ്ഞത്, നമ്മളെ പരീക്ഷിക്കും, നമ്മളെ തളർത്തുകയൊക്കെ ചെയ്യും. പക്ഷെ ഒന്നുണ്ട്, നമ്മൾ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, നമ്മൾ അത്രയും വിശ്വസിച്ചാണ് നിൽക്കുന്നതെങ്കിൽ, ഉള്ളിലൊരു കള്ളം വെച്ചിട്ടല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളെ പടച്ചോൻ കൈവിടില്ല. സത്യമാണ്, വലിയൊരു സത്യം. അടുത്തത് നൂർ ലൈൻസ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. ചിലരുടെ പോയി ആക്ച്വലി ഇത് നമ്മളെ ലാസ്റ്റ് എപ്പിസോഡ് 17 ലാസ്റ്റ് കോട്ടാട്ടോ. നോക്കാം.
നൂർ ലൈൻസ് എന്ന് പറയുന്ന പേജ് പോസ്റ്റ് ചെയ്ത ചിലരുടെ വരവ് ജീവിതത്തിലേക്കല്ല നേരെ ഹൃദയത്തിലേക്കാണ്. അത് കൊള്ളാട്ടോ ആ ഒരു റൈറ്റിംഗ്. ശരിയല്ലേ? ചില ആളുകള് നമ്മളെ ലൈഫിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ആ ആളുകള് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായി മാറും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആളായി മാറും. എന്താ പറയാ, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആളുകളായി മാറുന്ന ചില മനുഷ്യരുണ്ട്. അത് വളരെ വളരെ റെയർ ആയിരിക്കും നമ്മളെല്ലാവരുടെ ലൈഫിലും. കുറേ ആളുകൾ വന്നു പോവെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ പല ആളുകൾ വരുമെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ആളുകൾ സത്യം പറഞ്ഞാൽ വരുന്നത് ഇപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ലൈഫിലേക്കല്ല, ഹൃദയത്തിലേക്കാ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ല അത് എഴുതിയത്. നൂർ ലൈൻസ് എന്നാണ് ആ പേജിൻ്റെ പേര്. ചിലരുടെ വരവ് ജീവിതത്തിലേക്കല്ല നേരെ ഹൃദയത്തിലേക്കാണ്. അത് വല്ലാത്തൊരു ലൈൻസ്, സച്ച് എ ബ്യൂട്ടിഫുൾ ലൈൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതിന് ഭയങ്കര മീനിങ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഈ ഒരു ലൈന് വായിക്കുന്ന സമയത്ത് പല ആളുകൾക്കും പല ആളുകളെയും ഓർമ്മ വന്നിട്ടുണ്ടാകാം. ശരിയല്ലേ? അപ്പം ആ ഒരു ലൈനിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം നമ്മളെല്ലാവരും ഇപ്പം ആലോചിച്ചിട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ അങ്ങനെ വന്ന ഒരാളെ. ആ ഒരാള് സത്യം പറഞ്ഞാൽ നമ്മളെ ലൈഫിലേക്കല്ല വന്നത്, നമ്മളെ ഹൃദയത്തിലേക്കാണ് വന്നതെന്ന് ഈ ഒരു ലൈന് വായിച്ചപ്പോഴാവും ചിലപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കിയത്. ശരിയല്ലേ? സോ നമ്മളിന്ന് വായിച്ചാൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കോട്സ് റൈറ്റിങ്സ് ഇന്ന് കഴിഞ്ഞ്. ആക്ച്വലി ഞാൻ ഒരു കാര്യം, ഇന്ന് എനിക്ക് തീരെ വയ്യ. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ പറയുക, നമ്മൾ കുറേ കാലം ബ്രേക്ക് വന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി ബ്രേക്ക് ഇല്ലാതെ വീഡിയോ എടുക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്. പക്ഷെ നമ്മളെ എന്താ പറയുക, നമുക്ക് സപ്പോർട്ട് തരുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. അപ്പം നിങ്ങളെല്ലാവരും കോമൻറ്റ് സെക്ഷനിൽ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക, വളരെ സത്യം പറഞ്ഞാൽ തന്നെ എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വിഷയമല്ല, കാരണം നിങ്ങൾ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കും എനിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഡ്സ് കംപ്ലീറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്തത്. പക്ഷെ എനിക്കറിയാം എല്ലാ തവണത്തെ പോലും എനിക്ക് അത്ര എനർജി വല്ലാണ്ടില്ല. കാരണം ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് വല്ലാണ്ട് എനർജി എടുക്കാനോ ഒരുപാട് ഇതിൽ സംസാരിക്കാനും എനിക്ക് പറ്റുന്നില്ല. അപ്പം അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. സോ അതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പം എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുണ്ടല്ലോ, എനിക്ക് ആകെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇനിയും വീഡിയോ ചെയ്യും. ലൈക്ക് അടുത്ത എപ്പിസോഡ് എന്തായാലും ഉടനെ വരും എന്ന് പറഞ്ഞാൽ വൈകാതെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ കോഡ്സ് എഴുതുക, റൈറ്റിങ്സ് എഴുതുക. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ തന്നെ ഞാൻ ഹാബിൽ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്. അതിൽ ഇതിൻ്റെയൊക്കെ റീൽസ് നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിങ്ങൾ കോമൻറ്റ് അറിയിക്കുക. നമുക്ക് അതൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ലോങ് വീഡിയോ എന്തായാലും ചെയ്യണം. നമ്മുടെ ആളുകൾ എഴുതുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്തിരിക്കും. ദാറ്റ്സ് മൈ വേർഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും കോമൻറ്റ് എഴുതുക. പിന്നെന്താ, അപ്പോൾ എപ്പിസോഡ് 17 നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നമുക്ക് എപ്പിസോഡ് 18 കാണാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.